പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങൾ, ആയുധങ്ങൾ തുടങ്ങിയവയെല്ലാം ലോകശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ തദ്ദേശീയ ഉൽപാദനത്തോടൊപ്പം അവയുടെ കയറ്റുമതിയിലും ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ നിർണായക സ്ഥാനം കൈയടക്കി കഴിഞ്ഞു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ഡോർണിയർ അഥവാ DO-228 വിമാനങ്ങൾ, ചേതക് ഹെലികോപ്റ്ററുകൾ, ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകൾ, ഭാരം കുറഞ്ഞ ടോർപിഡോകൾ തുടങ്ങി കര, വ്യോമ, നാവിക തലങ്ങളിൽ വിനിയോഗിക്കാനാവുന്ന ഇന്ത്യയുടെ വിവിധ പ്രതിരോധ ഉപകരണങ്ങൾക്ക് വിവിധ രാജ്യങ്ങൾ ആവശ്യക്കാരായുമുണ്ട്. അതിനാൽ തന്നെ 100-ലേറെ രാജ്യങ്ങളിലേക്ക് ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളും വിവിധ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്ന പ്രതിരോധ സാമഗ്രികളിൽ സൈനിക ബൂട്ടുകൾ പോലും ഉൾപ്പെടുന്നു. ലോകത്തിലെ തന്നെ വൻകിട പ്രതിരോധ ശക്തികളിലൊന്നായ റഷ്യൻ സൈനികർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബൂട്ടുകൾ ഇന്ത്യൻ നിർമ്മിതമാണെന്നത് ആശ്ചര്യമുണർത്തുന്ന ഒരു വസ്തുതയാണ്. റഷ്യയിലേക്ക് എന്ന പോലെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായുള്ള സൈനിക ബൂട്ടുകൾ നിർമ്മിക്കപ്പെടുന്നത് ബീഹാറിലാണ്. ബീഹാറിലെ ഹാജിപൂരിലുള്ള കോമ്പിറ്റൻസ് എക്സ്പോർട്സ് എന്ന സ്വകാര്യ സംരംഭമാണ് വിവിധ രാജ്യങ്ങളിലെ സൈനിക വിഭാഗങ്ങൾക്കായുള്ള ബൂട്ടുകൾ നിർമ്മിച്ചു നൽകുന്നത്. റഷ്യയിലേക്കുള്ള ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒന്നാണ് ഈ കമ്പനി. ഒരു വർഷം 1.5 ദശലക്ഷം ജോഡി ബൂട്ടുകളാണ് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ വിൽപ്പനയുടെ കാര്യത്തിൽ രാജ്യാന്തര ബ്രാൻഡുകളോട് കിടപിടിക്കാൻ ഇവിടെ നിന്നുള്ള ഇന്ത്യൻ ബൂട്ടുകൾക്കാകുന്നു. രാജ്യാന്തര ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ബീഹാറിൽ നിന്നുള്ള ബൂട്ടുകൾ ഏതുതരം സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ കഴിയും വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭാരക്കുറവും വഴുതൽ സാധ്യതയില്ലാത്തതുമായ സോളുകൾ, തീവ്ര കാലാവസ്ഥാ പ്രതിരോധത്തിന് അനുരൂപമായ നിർമ്മാണം എന്നിവയെല്ലാമാണ് ഇത്തരം ബൂട്ടുകൾ പ്രധാന സവിശേഷതകൾ. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ കയറ്റുമതി സാന്നിധ്യം ഇന്ന് സുപ്രധാന തലത്തിൽ എത്തി നിൽക്കുകയാണ്. അടുത്തിടെ പ്രതിരോധ മന്ത്രാലയം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനത്തെയും കയറ്റുമതിയെയും സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പുറത്തിറക്കുകയുണ്ടായി. അതിൽ പറയും പ്രകാരം ആധുനിക യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, പീരങ്കി സംവിധാനങ്ങൾ, അത്യാധുനിക ആയുധങ്ങൾ എന്നിവ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്നതോടെ ആഗോള പ്രതിരോധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഇപ്പോൾ ഒരു പ്രധാന പങ്കാളിയാണ്. ഒരിക്കൽ വിദേശ വിതരണക്കാരെ ആശ്രയിച്ചിരുന്ന രാജ്യം ഇപ്പോൾ തദ്ദേശീയ ഉൽപാദനത്തിൽ വളർന്നു വരുന്ന ഒരു വൻ ശക്തിയായി നിലകൊള്ളുന്നു. തദ്ദേശീയ കഴിവുകളിലൂടെ രാജ്യത്തെ സൈനിക ശക്തി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം സ്വാശ്രയത്വത്തിനായുള്ള ശക്തമായ പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യ സ്വന്തമായി സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന ചെയ്യുന്ന ശക്തമായ ഒരു പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇന്ന് രാജ്യത്തെ പ്രതിരോധ ഉപകരണങ്ങളുടെ 65% ആഭ്യന്തരമായാണ് നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ 65 മുതൽ 70% വരെ പ്രതിരോധ ഉപകരണങ്ങളും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയുടെ ഇന്നത്തെ ഈ മാറ്റം മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഫലമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചതിനു ശേഷം രാജ്യത്തെ പ്രതിരോധ ഉൽപാദനം അസാധാരണമായ വേഗതയാണ് അടയാളപ്പെടുത്തിയത്. 2023-2024 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രതിരോധ ഉൽപാദനം 1.27 ട്രില്യൺ രൂപയുടെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 2029 ഇന്ത്യ 3 ട്രില്യൺ രൂപയുടെ പ്രതിരോധ ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നത്. ധനുഷ് ആർട്ടിലറി ഗൺ സിസ്റ്റം, അഡ്വാൻസ്ഡ് ഡൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം, മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുൻ, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ്, അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ, ആകാശ് മിസൈൽ സിസ്റ്റം, വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ, ഡിസ്ട്രോയറുകൾ, തദ്ദേശീയ വിമാനവാഹിനി കപ്പലുകൾ, അന്തർവാഹിനികൾ, ഓഫ്ഷോർ പട്രോൾ വസലുകൾ തുടങ്ങിയ നാവിക ആസ്തികൾ ഉൾപ്പെടെയുള്ള നൂതന സൈനിക പ്ലാറ്റ്ഫോമുകളുടെ വികസനം സാധ്യമാക്കിയത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭമാണ്. പ്രതിരോധ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.